ചെയ്യപ്പെട്ടിരുന്നു. ഈ വർഷം സിതാരെ സമീർ പർ എന്ന ചിത്രത്തിലൂടെ താരം വീണ്ടും സ്ക്രീനിലേക്ക് തിരിച്ചെത്തും. 2008 അദ്ദേഹത്തിന്റെ ഹിറ്റ് ചിത്രമായ താരെ സമീർ പറിന്റെ രണ്ടാം ഭാഗമാണ് ഈ ചിത്രം എന്നാണ് വിവരം. റിലീസ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഈ വർഷം എപ്പോഴെങ്കിലും ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവന്നിരിക്കുന്ന റിപ്പോർട്ട്.
ഓസ്ട്രിയൻ മോട്ടോർ സൈക്കിൾ നിർമ്മാതാക്കളായ KTM ഓസ്ട്രിയയിലെ മാറ്റിഗോഫൻ പ്ലാന്റിൽ ബൈക്കുകളുടെ നിർമ്മാണം വീണ്ടും നിർത്തിവച്ചിരിക്കുകയാണ്. ബൈക്കിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ പാർട്സ് ലഭിക്കാത്തതാണ് ഉൽപ്പാദനം നിർത്താൻ കാരണം. ചില പ്രധാന പാർട്സ് വിതരണക്കാരുടെ കുടിശ്ശിക അടക്കാൻ കമ്പനിക്ക് കഴിഞ്ഞിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ. ഈയൊരു സാഹചര്യത്തിൽ ഉൽപ്പാദനം നിർത്തുകയെന്നതല്ലാതെ മറ്റൊരു വഴിയും KTMനില്ലായിരുന്നു. ഒരു തവണ നിർത്തിയ നിർമ്മാണം 6 ആഴ്ച മുൻപാണ് KTM ഓസ്ട്രിയയിൽ വീണ്ടും ആരംഭിച്ചത്. ഇതാണ് വീണ്ടും നിർത്തുന്നത്. സ്ഥിതി മെച്ചപ്പെട്ടു കഴിഞ്ഞാൽ 2025 ജൂലൈ മുതൽ ഉൽപ്പാദനം പുനരാരംഭിക്കാൻ പദ്ധതിയിടുന്നതായി KTM പറയുന്നു. മുൻകാലങ്ങളിൽ KTMന് വലിയ നഷ്ടം നേരിടേണ്ടി വന്നിരുന്നു. ഒരു ഘട്ടത്തിൽ കമ്പനി വിൽക്കുകയോ അടച്ചുപൂട്ടുകയോ ചെയ്യേണ്ടി വന്നിരുന്നു. ഇപ്പോൾ KTM വീണ്ടും അതിന്റെ ഐഡന്റിറ്റി ശക്തിപ്പെടുത്തുന്ന തിരക്കിലാണ്. പിരിച്ചുവിടലുകൾ ഒഴിവാക്കാൻ മെയ് 1 മുതൽ ജൂലൈ 31 വരെ ആഴ്ചയിൽ 30 മണിക്കൂർ പ്രവൃത്തി സമയം ഏർപ്പെടുത്തിയതായും റിപ്പോർട്ടുകൾ പറയുന്നു. നിലവിൽ കമ്പനി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മറികടക്കാൻ ശ്രമിക്കുകയാണ്. വെയർഹൌസുകളിൽ സൂക്ഷിച്ചിരുന്ന ലഭ്യമായ വസ്തുക്കൾ ഉപയോഗിച്ച് ഇതുവരെ 4200 മോട്ടോർ സൈക്കിളുകൾ മാത്രമേ നിർമ്മിച്ചിട്ടുള്ളൂ. ജൂൺ പകുതിയോടെ കമ്പനിക്ക് താൽക്കാലികമായി ഉൽപ്പാദനം പുനരാരംഭിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. എന്നിരുന്നാലും അത് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അന്താരാഷ്ട്ര വിപണികളിൽ ബ്രാൻഡിന് തിരിച്ചടി നേരിടേണ്ടി വന്നെങ്കിലും ഇന്ത്യൻ വിപണിയിൽ KTM വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. കമ്പനി അടുത്തിടെ പുതിയ 390 എൻഡ്യൂറോയും 390 അഡ്വഞ്ചറും ഇന്ത്യയിൽ പുറത്തിറക്കി. 3,36,000 രൂപയ്ക്ക് 390 എൻഡ്യൂറോയും 2,06,000 രൂപയ്ക്ക് 390 അഡ്വഞ്ചറും പുറത്തിറക്കി. അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ പ്രേമികളെ ആകർഷിക്കുന്നതിനായാണ് ഈ 2 കരുത്തുറ്റ ഓഫ് റോഡർ മോട്ടോർ സൈക്കിളുകളും പുറത്തിറക്കിയിരിക്കുന്നത്. ഇവ വളരെയധികം ജനപ്രിയമാകുന്നതായാണ് റിപ്പോർട്ടുകൾ.